ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിയാൻഷി ബ്ലോഗ്സ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഓണം ഇങ്ങ് അടുത്തു. അപ്പോൾ ഓണത്തിൻ്റെ വ്ളോഗ് എന്തി എന്നൊക്കെയുള്ള കുറച്ച് പേരൊക്കെ എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ വ്ളോഗ് എന്തായാലും ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയൊക്കെ വ്ളോഗ് എന്തായാലും വരും. അങ്ങനെ എന്ത് തിരക്കാണെങ്കിലും എല്ലാ വർഷവും ഞാനത് എടുക്കാറുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇതാണ്. മേ ബി ചിലപ്പോൾ ഇടുമായിരിക്കും. അപ്പം അതിന് മുന്നേ എനിക്ക് നല്ലോണം റിക്വസ്റ്റ് വന്നൊരു വീഡിയോയാണ് ഔട്ട്ഫിറ്റിൻ്റെ കളക്ഷൻസ് കാണിക്കുക എന്നുള്ളത്. നമുക്ക് ഓണത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഔട്ട്ഫിറ്റ് ഐഡിയാസോ അല്ലെങ്കിൽ കളക്ഷൻസൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒട്ടുമിക്ക എല്ലാവരും തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഡ്രസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഓണ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കളക്ഷൻസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം പർച്ചേസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്നാണ്. അപ്പം വേറെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എപ്പോൾ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നവർ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ഐറ്റംസും എനിക്ക് ഞാൻ ഓർഡർ ചെയ്തൊരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിൽ എൻ്റെ കൈ കിട്ടിയ ഐറ്റംസാണ് കേട്ടോ. ഇനിയും ഓണത്തിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനത്തെ കേരള ഡ്രസ്സുകളൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ മേ ബി നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുറകെ തന്നെ നിങ്ങളത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഓണത്തിന് മുന്നേ സാധനം കിട്ടും കേട്ടോ. ജസ്റ്റ് അവരോട് ചോദിക്കുക. ഇനിയിപ്പം ഓണം അടുത്തോണ്ട് അവർ ഓർഡർ എടുക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, അവധികളൊക്കെ വരുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത്. കുറച്ചുകൂടി നേരത്തെ ഇടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയേനെ. പക്ഷേ കുഴപ്പമില്ല. നമ്മുടെ കേരള ഡ്രസ്സുകൾ നമ്മൾ ഓണത്തിന് മാത്രമല്ലല്ലോ, നമ്മുടെ കേരളപ്പിറവി അല്ലെങ്കിൽ ഇപ്പം എന്താ കല്യാണങ്ങൾക്കൊക്കെ മധുരം വെപ്പ് അങ്ങനത്തെ സാധനത്തിനൊക്കെ നമ്മൾ ഈ ഒരു കേരള ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇനിയിപ്പോൾ നമ്മുടെ ധനുമാസത്തിൽ തിരുവാതിരയൊക്കെ വരാറായി. വെറും 3 മാസത്തിനുള്ളിൽ അതൊക്കെ വരും. അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സുകളും അല്ലാത്ത പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് വരുമ്പോൾ ഞാൻ പറയാം, ഓരോന്ന് എടുത്തെടുത്ത് പറയാം എങ്ങനെയാണ് അതിൻ്റെ. ഞാനിതെല്ലാം യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഇനി പർച്ചേസ് ചെയ്യുമ്പോൾ എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഇനി വരുന്ന എന്തെങ്കിലും ഫങ്ഷൻസിനോ അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എന്തായാലും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ഡ്രസ്സുകളായിട്ട് കാണാം. എനിക്ക് കേരള ഡ്രസ്സുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് സെറ്റും മുണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടുതലും സെറ്റും മുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഓക്കെ, ഈ ഒരു സെറ്റും മുണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫോട്ടോയും എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു സെറ്റ് മുണ്ടാണ്. നല്ലൊരു വൈൻ ഷെയ്ഡിൽ വരുന്ന, നല്ലൊരു സിൽവർ അല്ല, ഒരു എന്താ പറയുക, ഒരു റോസ് ഗോൾഡ് കരയിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. ഞാൻ പൊതുവെ കേരള കസവിൻ്റെ സാധനങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇങ്ങനത്തെയൊക്കെ കുറച്ച് കുറവാണ്. എനിക്ക് ഇതിനോടുള്ള താല്പര്യം കുറവാണ്. പക്ഷേ ഈ ഒരു സാധനം ഉടുത്ത് നമ്മളെ കംപ്ലീറ്റ് ആ ഒരു അറ്റയറിനെ ആ ഒരു ഓക്സിഡൈസ് ജ്വല്ലറി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരുങ്ങി വരുമ്പം നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സെറ്റ് മുണ്ട് കൊടുത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും. കൂടുതൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ ഇങ്ങനത്തെ മോഡലായിരിക്കും ഇഷ്ടം. വളരെ സിമ്പിളായിട്ട് വരുന്നത്. കസവിൻ്റെ ആ ഒരു ഭയങ്കര മഞ്ഞ കളറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു മോഡലായിരിക്കും. സാധാ പ്യുവർ കോട്ടണിൽ വരുന്ന, ടിഷ്യൂ അല്ല കേട്ടോ, കോട്ടണിൽ വരുന്ന നല്ലൊരു വൈൻ ഷെയ്ഡും അതുപോലെ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡും കാര്യമൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ. 2.5 മീറ്ററാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതിൽ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, ഒരു ഹിപ്പിൻ്റെ പോർഷനൊക്കെ കുറച്ചധികം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ഉടുക്കുന്ന നേരിയത് 2.80 സെൻറ്റിമീറ്റർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 2.5 മീറ്ററിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ 2.8 മീറ്ററിൻ്റെ വാങ്ങിക്കാൻ നോക്കുക. 2.5 ആകുമ്പോൾ ഞാനൊക്കെ ഈ 2.5 ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കറക്റ്റാണത്. ഒന്ന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ പൊങ്ങി ചുറ്റി വരുമ്പോൾ എനിക്ക് കറക്റ്റായിരിക്കും. എനിക്ക് തീരെ വണ്ണം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് ചുറ്റി എടുക്കുമ്പം 2.8 എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നീളത്തിലാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ മടക്കി കുത്തേണ്ടി വരും. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനെപ്പോഴും 2.5 മീറ്ററിൻ്റെയാണ് എടുക്കുക.
അപ്പോൾ കുറച്ചുകൂടി വണ്ണമൊക്കെ ഉള്ളവരുണ്ട്, അങ്ങനെയുള്ളവരാണ് സെറ്റ് മുണ്ടി ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും 2.8 മീറ്ററിൻ്റെ നേരിയതുള്ള സെറ്റ് മുണ്ടുകൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് വലിയൊരു ട്രിക്ക്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും റീസെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്തും മെയിനായിട്ട് ഞാൻ പറയുന്നത്, അപ്പോൾ അവരുടെ ഒരു ശരീരപ്രകൃതി നമ്മൾ ചോദിക്കും, ആൾ മെലിഞ്ഞാണോ സ്ലിമ്മാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അളവിലുള്ളത് എടുത്താൽ മതി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ, അറിയുന്നവരോടൊക്കെ ചോദിക്കുന്നവരോടൊക്കെ. അപ്പം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അതിൻ്റെ മുണ്ട് വരുന്ന ഭാഗം ഇതാണ് കേട്ടോ, നേരിയത് ഇതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതങ്ങനെ വേറെ വലിയ ഡിസൈൻസ് ഒന്നുമില്ല, ഈ ഒരു ലൈൻസ് മാത്രം കര വരുന്നു, അത്രയേ ഉള്ളൂ. അതാണെങ്കിൽ പിന്നെ മൊത്തത്തിൽ വെടുത്തി കാണിക്കാത്ത, പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ബ്ലൗസ് അതിൻ്റെ പീസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, സെറ്റ് മുണ്ടായിട്ട് മാത്രമാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ വൃക്ഷം ബുട്ടിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതെനിക്ക് അത്യാവശ്യം നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം കേട്ടോ. അടുത്തതും അവരുടെ കൂടെ തന്നെ ഞാൻ ഈ ഒരു 2 സെറ്റും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവരുടെ കൂടെ തന്നെ എനിക്ക് ഇത്തവണ നമ്മുടെ ഇവിടെ ഓണത്തിന് ഉടുക്കാൻ വേണ്ടി മാത്രം ഞാൻ വരുത്തിയൊരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് നല്ല ലൈൻസ് വരുന്നതാണ് കേട്ടോ, ടിഷ്യൂലാണ് വരുന്നത്. ഇതുപോലത്തെ ലൈൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ചെക്ക് മോഡലുണ്ട് കേട്ടോ, ക്രോസ് ലൈനും കൂടി വരുന്ന ടൈപ്പുണ്ട്. സാധാ ടിഷ്യൂവിൻ്റെ കസവ് സെറ്റും മുണ്ടാണ് കേട്ടോ. ഈ ഒരു വീതിക്കാണ് ഇതിൻ്റെ കസവ് വരുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു രീതിക്കാണ് ഫുൾ ടിഷ്യൂൻ്റെ. ഇവിടുത്തെ ലൈറ്റിംഗ് പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടോ. നോർമൽ ക്യാമിലാണ് ഞാൻ എടുക്കുന്നത്, എങ്കിലും ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇതുപോലത്തെ ലൈൻസ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇവൻ നമുക്കിത് ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊക്കെയാണെങ്കിലും ഈ ഒരു കസവിൻ്റെ വാങ്ങിക്കാം. ഇതിൻ്റെ പ്ലെയിൻ ഉള്ളതും കിട്ടും, ഇങ്ങനത്തെ എന്തെങ്കിലും വർക്ക് കസവിൻ്റെ തന്നെ വർക്ക് വരുന്നതും കിട്ടും. അപ്പോൾ കളറുകൾ എടുത്താൽ നമുക്ക് ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. എപ്പോഴും ഡാർക്ക് ബ്ലൗസുകൾ സെറ്റ് മുണ്ടുകൾക്ക്, ഇതുപോലത്തെ കസവിൻ്റെ മാത്രം വരുന്ന സെറ്റ് മുണ്ടുകൾക്ക് ഡാർക്ക് ബ്ലൗസുകൾ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാണ് കുപ്പിവളയൊക്കെ. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ബ്ലൗസ് ഈ ഒരു വളയൊക്കെ ഇട്ട് നിങ്ങളിങ്ങനെ ഒരു കോൺട്രാസ്റ്റ് രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് വരുമ്പം നമുക്ക് ഈ സെറ്റ് മുണ്ട് ഉടുക്കുന്നതിൽ മാത്രമല്ല ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഒരു ഒരുക്കത്തിൻ്റെയും ഒരു ഭംഗി എപ്പോഴും ആ ഒരു ഡ്രസ്സിന് വരും. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. ഈ ഒരു കസവിലാണ് വന്നേക്കുന്നത്. ഇതിലും നല്ല കസവുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാണ് വൃക്ഷം ബുട്ടിക്കിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് സാധനം കിട്ടി. ഇത്തവണത്തെ ഓണത്തിന് കൂടുന്ന സമയത്ത് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. മിക്ക ഉത്രാടത്തിന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകും. നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കണേയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് ആദ്യമേ നോക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ കൈ കിട്ടുന്നതനുസരിച്ച് ഞാൻ കാണിക്കട്ടെ. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പണ്ടത്തെ അമ്മമാരും ഇപ്പോഴത്തെ അമ്മൂമ്മമാരൊക്കെ ഉടുക്കുന്ന സാധാ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു കളറ് കണ്ടിട്ട് എടുത്താണ്. എനിക്ക് പൊതുവേ പച്ച, നീല, ചുവപ്പ് അങ്ങനത്തെ ഭയങ്കര ഡാർക്ക് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാധാ സെറ്റ് മുണ്ട്, ഇത് 2.8 കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ മടക്കി ഉടുക്കണം എങ്കിലും പക്ഷേ ഇത് ഉടുത്തിട്ട് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ട് നമ്മുടെ മുഖത്ത് നല്ലോണം നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ വളരെ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ. ഇത് വിത്ത് ബ്ലൗസിലാണ് വന്നത്. പക്ഷെ ആ ഒരു ബ്ലൗസ് സാധാ പ്ലെയിൻ ബ്ലൗസായിരുന്നു, കോട്ടൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബ്ലൗസായിരുന്നു. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാകത്തിന് മെറ്റീരിയലാണ് വരുന്നത്. പക്ഷെ എനിക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനുള്ള മടി, സമയമില്ലായ്മ കൊണ്ട് ഞാൻ ഈ ഒരു സെയിം കളറിൽ നോക്കിയിട്ട് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തിയ ഒരു ബ്ലൗസാണ് കേട്ടോ ഇത്. ബാക്ക് ഓപ്പണിൽ വരുന്ന ഒരു ബോട്ട് നെക്ക്, കഴുത്തൊക്കെ വരുന്ന സാധാ ഒരു നോർമൽ, പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്ലൗസാണ്. ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. നല്ല പെർഫെക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഓൾറെഡി കൈയൊന്ന് ഷേപ്പ് ചെയ്യേണ്ട ഒന്നും അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ബ്ലൗസ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരു ബ്ലൗസാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മാച്ചിങ് ഇല്ലെങ്കിലും നമുക്ക് എക്സാക്റ്റ് ആ ഒരു ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ആ ഒരു കളറിൽ വരുന്ന ഒരു ബ്ലൗസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിന് വിത്ത് ബ്ലൗസ് ഉള്ളതാണ്, ഞാൻ തയ്പ്പിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ ബ്ലൗസ് തയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ബ്ലൗസൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയ്ക്ക് താമസമുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. ഇതിനെപ്പറ്റി ഒരുപാടൊന്നും വിശദീകരിക്കാനില്ല, സാധാ ഒരു സെറ്റും ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിയത് ബിബിൻ എന്ന് പറയുന്നത് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. ബിബിൻ എന്ന് പറയുന്നത് ആളുടെ കയ്യിൽ നിന്ന്, കുത്താമ്പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടി, പാലക്കാടിൽ നിന്ന് അയച്ചാൽ മതിയല്ലോ. അപ്പം പെട്ടെന്ന് കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. പട്ടുപാവാടയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു പട്ടുപാവാട ഇടുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കൊതി കണ്ട് വാങ്ങിയൊരു പട്ടുപാവാടയാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് നമ്മൾ ആ പണ്ട് തയ്ച്ചുകൊണ്ടിരുന്ന ആ ഒരു ബ്ലൗസ് അല്ല, റെഡിമെയ്ഡിൽ വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരിക. ബാക്കിൽ സിബുണ്ട്. യോക്ക് പോർഷനിൽ ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നല്ല അത്യാവശ്യം ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ സ്കേർട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പോഴത്തെ മോഡലിൽ വരുന്ന പ്രിൻ്റ് അല്ല വരുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ഇതെന്തോ ഒരു മോഡൽ പറയുമല്ലോ, പ്രിൻ്റല്ല, ഇത് പ്രിൻ്റല്ല. നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്ന ഒരു അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തേക്കുന്ന ഒരു മോഡലാണ്. ഫുള്ളി ഇതുപോലത്തെ ഒരു പൂക്കൾ വരുന്ന സ്കേർട്ടാണ് കേട്ടോ. എല്ലാ ഇതൊക്കെ ഞാൻ പുറത്തത് ശ്രീകൃഷ്ണജയന്തിക്കൊക്കെ ഇട്ടതാണ് കേട്ടോ. നല്ല കംഫർട്ടബിളാണ്. എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഒരു കുഞ്ഞു കൊച്ചായിപ്പോയി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഒരുപാട് വ്യത്യാസമുള്ള ഡിസൈൻസൊക്കെ കിട്ടും കേട്ടോ. താഴെ മാത്രം സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഫുള്ളി ലൈൻ പോലെ ഈ ഡിസൈൻ വരുന്ന മോഡലുണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതുപോലെ ഡിസൈൻസ് വരുന്ന മോഡലുണ്ട്. ടിഷ്യൂ ആണ് മെറ്റീരിയൽ, വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ. ഇത് റെഡിമെയ്ഡാണ് കേട്ടോ. ഫുള്ളി സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. ലൈനിങ് ഇല്ലേ? ഓക്കെ, ലൈനിങ് ഉണ്ട് കേട്ടോ. സാധാ നോർമൽ കോട്ടൻ്റെ ആ കുറഞ്ഞ ലൈനിങ്ങാണ് വെച്ചേക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല. സ്കേർട്ട് വള്ളിയാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് തയ്ച്ചേക്കുന്നത്. ബ്ലൗസ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഈ ബ്ലൗസിൻ്റെ കളറിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു സ്കേർട്ടിനും ഈ ഒരു വർക്കിനും ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന കുത്താമ്പള്ളി നെയ്ത്ത് കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തായിട്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ കറക്റ്റ് ആ ഒരു പ്ലീറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല തേച്ച് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ഈ ഒരു സ്കേർട്ടും ടോപ്പുമാണ് കേട്ടോ, പട്ടുപാവാട. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ് കാണിച്ചത് കേട്ടോ. ഇതാണ് ഹെയർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഫോട്ടോയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എന്തോ പ്രൊഫൈൽ ഇട്ടേക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ്, എവിടെയാണ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചൊരൈറ്റാണ് കേട്ടോ. ഇതുപോലത്തെ ലൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ, സാധാ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. അറ്റത്ത് ഇതുപോലത്തെ ഒരു കസവ് വരുന്നുണ്ട്. ഇത് ഇവിടെ വരുന്ന ഒരു ബ്രൊക്കേഡ് മോഡലാണ് കേട്ടോ. സോഫ്റ്റ് ബ്രൊക്കേഡിലാണ് വരുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചെങ്ങനെയാണ് കണ്ടാൽ നമുക്ക് ജാക്കറ്റ് പോലെ തോന്നുമെങ്കിലും സ്റ്റിച്ചഡാണ്. അതിനുശേഷം ഇവിടെ ചെറിയൊരു സ്കാലപ്പ് പോലെ കൊടുത്തിട്ട് അതിക്കടി മുത്തുകൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. കട്ട് ബീഡ്സിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. നല്ലൊരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ്. റെഡ്, പീച്ച്, അങ്ങനത്തെ ഒരുപാട് കളേഴ്സും ഇതിൻ്റെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഞാനിത് യൂസ് ചെയ്തു വാഷ് ചെയ്തപ്പം ഈ ഒരു ബ്രൊക്കേഡിൻ്റെ ഒരു കളറ് ഈ ഒരു ഡ്രസ്സിലേക്ക് പിടിച്ചു. ഇതിനകത്ത് കാണാവോന്ന് അറിയത്തില്ല, പക്ഷേ ഡയറക്റ്റ് നോക്കുമ്പോൾ അതിന് ഒത്തിരി
ഇവിടെയൊക്കെ ചെറിയൊരു റെഡ് ഷെയ്ഡിലുണ്ട്. ഞാനിത് ഒത്തിരി വാഷ് ചെയ്തിട്ട് കറക്റ്റ് ആ ബക്കറ്റിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് കൊണ്ട് ഈ അഴയിൽ ഇങ്ങനെ കൊണ്ടിട്ട് അങ്ങനെ ഉണക്കിയെടുത്താണ് കേട്ടോ അത്. ഈവൻ നമുക്ക് ഈ ഒരു ഇങ്ങനെയൊക്കെ മുട്ടി നിന്നാൽ പോലും നല്ലോണം കളർ പിടിക്കുമായിരുന്നു അതിനകത്ത്. ഫസ്റ്റ് വാഷിൽ നല്ലോണം കളർ പോയി. പിന്നെ നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നതനുസരിച്ച് കളറിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞാണ് വന്നത് എങ്കിൽ പോലും ഇത് പക്ക വൈറ്റ് കളറിൽ വരുന്നതുകൊണ്ട്, ആ ഒരു കോടി കളറിൽ വരുന്നതുകൊണ്ട് ഈ ഒരു സാധനം കളർ ഇളകിയിട്ട് ഇതിനകത്തേക്ക് പിടിക്കുമ്പോൾ നല്ലോണം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ അതാണ് പ്രശ്നം. കാരണം നമുക്ക് തരുന്ന ആൾക്കാർക്ക് നമുക്കത് അറിയുന്നുണ്ടാവില്ല. നമ്മളിത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഭംഗി മൊത്തം പോയില്ലേ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലോണം കളർ ഇളകിയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരിട്ട് വാഷ് ചെയ്ത് ഒരച്ചൊരച്ചൊരച്ച് അതെല്ലാം എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ ഇത് പയ്യെ ഇവിടേക്ക് ഒരു എന്താ പറയുക പൂത്തിരിക്കുന്ന രീതിയിൽ വന്നായിരുന്നു കേട്ടോ. അതൊരു ഈർപ്പം നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. പക്ഷെ അതങ്ങനെ മഴയത്തൊന്നും ഞാൻ ഇട്ട സാധനമല്ല. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് ഇവൻ ആ വേർപ്പൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും വെറുതെ കൊണ്ടുപോയി സ്റ്റാൻഡിൽ ഇട്ടു. ഒന്ന് അടുത്ത ആഴ്ചത്തേക്ക് കഴുകിയിടാമല്ലോ സമയമുള്ള. അപ്പോൾ പുറത്തലക്കാണ്, മിഷ്യത്തിൽ ഇടത്തില്ല. അപ്പോൾ പുറത്തലക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാണ്. വന്ന് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒരുപാട് പൂപ്പൽ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇട്ടേ പിന്നെ അതെല്ലാം ഉരച്ച് കഴിയുമ്പോൾ പോയി. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഒരു കളർ ഇളകിയതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. ഹെയർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജ് ഞാൻ വാങ്ങിയത്. പക്ഷേ അത് ഒരിക്കലും അവരുടെ ഒരു മിസ്റ്റേക്കായിട്ട് ഞാൻ പറയില്ല കേട്ടോ. കാരണം അതൊക്കെ റീസെല്ലിങ് ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അറിയത്തുണ്ടാവില്ല ഇത്. ഈ ഒരു ഭംഗിയിൽ എല്ലാവരും വാങ്ങിക്കും. പക്ഷേ അലക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പണി കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം. നമുക്ക് കുർത്തയൊക്കെ ഇടാൻ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇവൻ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചാൽ സ്വന്തമായിട്ട് വേറെ നല്ല മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനും പറ്റും.